ഇന്നത്തെ വീഡിയോ ഞാൻ ഫുഡ് റിവ്യൂ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഫ്രണ്ട് അർജുൻ. അപ്പോൾ ഇവനൊരു ചാനലുണ്ട്, ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഞങ്ങളിന്ന് കഴിക്കാൻ പോകുന്നത് ചുപ്പാ ചൂപ്സ് സവർ ബെൽറ്റ്, പിന്നെ ചുപ്പാ ചൂപ്സിൻ്റെ തന്നെ പുതിയതായിട്ടുള്ള സവർ ട്യൂബ്സ്, ഹെർഷീസിൻ്റെ തന്നെ ചോക്കോ ട്യൂബ്സും, മാംഗോ ഫ്ലേവർഡ് പുഡിംഗ്, പിന്നെ ടിക് ടാക്കിൻ്റെ സർഫ് ആൻഡ് ഫ്ലേവറും. അല്ലെങ്കിൽ ആദ്യം കഴിക്കാൻ പോകുന്ന ഇതാണ് ചോക്കോള ഫ്ലേവർഡ്. ഇങ്ങനെയാണ് കളറൊക്കെ ഇരിക്കുന്നത്. It is just like മലയാളത്തിൽ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇത് ജസ്റ്റ് ഒരു നോർമലായിട്ട് എന്തോ ഒരു പുതിയ സാധനം. കൊക്കക്കോളയുടെ ഫിസി ടേസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പം ഞാനൊരു 10-9 കൊടുക്കും. നീ എത്ര കൊടുക്കും? 10 ഒരു 5-10. 10-5. അപ്പം അടുത്തത് കഴിക്കാം. യെസ്, ഇപ്പോൾ ചുപ്പാ ചൂപ്സ് സവർ ട്യൂബാണ്. സ്ട്രോബെറി ഫ്ലേവറാണ്, വാട്ടർമെലൺ ഫ്ലേവർ ഉണ്ട്. അത് പിന്നെ ഒരു വേറെ വീഡിയോയിൽ ട്രൈ ചെയ്യാം. കൊക്കോളയുടെ ഫിഷി ഫ്ലേവർ ഇപ്പോഴും വായിക്കാത്ത തോന്നുന്നുണ്ട്. ഇതാണ് സവർ ട്യൂബ്സ്, സ്ട്രോബെറി ഫ്ലേവറാണ്, സ്ട്രോബെറി കളറും കഴിഞ്ഞ്. ഇതാണ് ഈ സവർ ഫ്ലേവറുള്ള സാധനങ്ങളിൽ എനിക്ക് ഓൾമോസ്റ്റ് ഇതാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് തോന്നുന്നത് ഇത് ജസ്റ്റ് ഒരു എർത്ത് ബോംബിൻ്റെ കൂട്ടാണ്. കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ലാസ്റ്റ് വൺ. ഒരു ട്യൂബിനകത്ത് 3 എണ്ണം വെച്ചാണ്, ഒരു പാക്കറ്റിനകത്ത് 3 എണ്ണം വെച്ചിട്ടാണ് വരുന്നത്. അപ്പം ഇതിന് 10 ഞാൻ കൊടുക്കുവാണെങ്കിൽ ഒരു 10-8 കൊടുക്കും. കഴിക്കുമ്പോൾ ഇത്തിരി കട്ടി പോലെയാണ്, പക്ഷേ ഞാൻ 3 കൊടുക്കുന്നു. 3 നല്ലതാണ്. ഹെർഷീസ് ചോക്കോ ട്യൂബ്സ് ആണ്, നല്ല പുതിയതാണെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഇതിന് മുമ്പേ കഴിച്ചിട്ടുണ്ട്, അത്രയും കുഴപ്പമില്ല. കുഴപ്പമില്ല. നോക്കട്ടെ എൻ്റെ ഫ്ലേവർ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഞാനിത് ഇതുവരെ കഴിച്ചിട്ടില്ല, പുതിയതായിട്ട് മാർക്കറ്റിൽ കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ്. ഇപ്പം ഇതിങ്ങനെ ഇരിക്കും. പുറത്തൊരു വൈറ്റ് ചോക്ലേറ്റ് ആണ്, അകത്തൊരു മഞ്ച് പോലെ ഇരിപ്പുണ്ട്. അകത്ത് മഞ്ച് പോലെ ആണ്. ഞാൻ ഒരു 10-5 ഞാൻ കൊടുക്കുന്നുള്ളൂ. 20 രൂപയ്ക്ക് ഇത്രയും കൂടെ നല്ലതാണെന്ന് ഞാൻ വെച്ച്. അടുത്ത മാംഗോ പുഡിംഗ് ആണ്. ഞാൻ കൊടുക്കുന്നത് 10-10. ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ഒക്കെ പക്ഷേ എനിക്കുള്ള നല്ല എൻ്റെ അകത്ത് മഞ്ചിൻ്റെ വേറൊരു ടൈപ്പ് പോലെ. ഇതിനെക്കാളും നല്ല മഞ്ചാണ്, നല്ല ക്രഞ്ചിനെസ് ഉണ്ട്. പുറത്ത് പോയിട്ട് അകത്തും ചോക്ലേറ്റ്. മിക്സ് പോലെ, പുറത്ത് മിൽക്കി ബാർ, അകത്ത് മഞ്ച്. ഇതിനകത്ത് വരുന്നത് മിൽക്കി ബാർ ആണോ? അത്
മിൽക്ക് ബാർ കഴിക്കുമ്പോൾ അതുള്ള ടേസ്റ്റ് ഉണ്ട്, പുറത്തത് മാത്രമായിട്ട് കടിക്കുവാണെങ്കിൽ. കഴിച്ചപ്പോൾ ഞാൻ ഇതിന് ഒരു 10-ൽ 5 കൊടുക്കുകയാണ് നേരത്തെ പറഞ്ഞവിടെ. ഓറഞ്ച് ജ്യൂസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് മിക്സ് ആയിട്ട് പൊളിച്ചിട്ട് ഇത്തിരി വെള്ളം ഒരു ലിക്വിഡി സാധനം വരും, അതിൻ്റെ കയ്യിൽ മുഴുവനായിട്ടുണ്ട്. ഇതിന് മുമ്പേ കഴിച്ചിട്ടുള്ളതാണ് ഗൈസ്. നമുക്കൊണെങ്കിൽ ഇത് പുറത്ത് കൊടുക്കാം. ഇത് തുറക്കാൻ എനിക്കിപ്പോൾ പറ്റുന്നില്ലല്ലോ. തുറക്കുന്നതാണ് അതിനകത്ത് ഏറ്റവും മെയിൻ പാട്. ഗൈസ് അപ്പോൾ ഇതാണ് തുറക്കുന്നതാണ്. ഇത് തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ജെല്ലി. ഇത് ജെല്ലി ആണ്. ഇതിനൊരു 9 കൊടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഇല്ല. ജസ്റ്റ് ഒരു വാട്ടറിൻ്റെ കൂട്ടാണ് കുടിക്കുമ്പോൾ. ഞാനിതൊരു തുറന്നിട്ട് പോലും ഇല്ല. ഞാനൊരു 5-10 കൊടുക്കുന്നു. കഴിച്ച് തുറക്കാൻ എനിക്ക് പിമ്പോസിബിളാണ്. കത്രിയാണ് ഇപ്പം എന്നെ ഇപ്പോഴാണോ അത് വന്നത്? ഇത് ഇപ്പോഴാണോ ആമൂതി വന്നത്? ടേസ്റ്റിൽ കുഴപ്പമില്ല. ഞാനിതിനൊരു 10-ൽ 10 തന്നെ കൊടുക്കും. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾ കഴിച്ചിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ, കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിക്കാൻ പോവുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ഇടുക. ഇതെടുത്ത് കുടിക്കാൻ ഇത്തിരി പാടായിരിക്കും കേട്ടോ. ഭയങ്കര കട്ടിയായത്. കട്ടിയുള്ള ടേസ്റ്റ് ഇല്ല, ഇച്ചിരി ഇതാ ടേസ്റ്റ് കുറവാണ്. ഇതിനകത്ത് ഇത്തിരി പെട്ടെന്ന് വെള്ളം ഉറുമ്പ് കയറും, അതാണ് വേറെ കുഴപ്പം. എന്താ പറയാൻ വന്നത്? പെട്ടെന്ന് നീ ടിക്കറ്റ് ഇങ്ങനെ കഴിക്കാം. അടുത്ത നമ്മൾ ടിക്റ്റാക്കാണ്. ടിക്റ്റാക്ക് ടിക്റ്റാക്കിൻ്റെ കഴിച്ചിട്ടുണ്ട് മുമ്പേ. ഭയങ്കര ടേസ്റ്റിയാണ്. അത്രയ്ക്കുണ്ടോ? നേരത്തെ കഴിച്ചതിൻ്റെ ലിക്വിഡ് ഇത്തിരി കൊള്ളത്തില്ലായിരുന്നു. അതിന് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. 10-10 ഞാൻ കൊടുക്കുന്നത്. വീഴാൻ ഭയങ്കര പാടുമായിരുന്നു. അവിടെ ചവച്ചിട്ട് തിന്നാൻ പറ്റില്ല. ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാൻ എഴുതി വെച്ചിട്ടുണ്ട്. കടിയും പിടിയൊക്കെ വെച്ചാണ് ഇത് തുറക്കാൻ അറിയാൻ ചെയ്തിട്ടുള്ളത് വരെ. വേണോ വേണോ ഇത്? ഞാൻ തുറന്നിരിക്കുന്നു. ഇത് കഴിച്ചു നോക്കട്ടെ. ഇതിൻ്റെ പുറത്തത്തെ ഇത് കളർ വെച്ച് നോക്കുമ്പോൾ ഇത് ഗ്രീനാണ്, പക്ഷെ ആക്ച്വലി ഇത് വൈറ്റ് കളറാണ്. നമുക്കൊരു ഇത്തിരി കൂടെ ഭയങ്കര ടേസ്റ്റ് ഒക്കെയാണ്. ഞാൻ 10-ൽ 10 കൊടുക്കുന്നു. രണ്ടാമത്തെ 10 ഇപ്പോൾ കണങ്ങി കൊടുക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീരകമുട്ടയുടെ അതേ ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ജീരകമുട്ട തന്നെ, പക്ഷെ പുറത്തൊരു വെച്ചിങ്ങനെ വൈറ്റ് കോട്ടിങ് അത്രേ ഉള്ളൂ. നമുക്ക് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ കവറെല്ലാം കഴിക്കാത്ത ഒട്ടാതൊക്കെ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആണെങ്കിൽ മിനി ഫിഷ് ടാങ്ക് ഇട്ട് വയ്ക്കാം. പക്ഷെ എത്ര മാർക്ക് ഇതിനാണ്? ഞാൻ 10-1. 10-1. അപ്പോൾ ഗൈസ്, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. Like and subscribe. Bye. Bye. See you in the next video.